ഹലോ, ഷന പുത്തൻകോട്ട് ഹിയർ. നമ്മൾ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പൊ നമ്മൾ ആക്ട്സ് ആൻഡ് കൺവെൻഷൻസ് ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അതിനകത്ത് എർത്ത് സമ്മിറ്റ് ഓർ റിയോ സമ്മിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എർത്ത് സമ്മിറ്റ് ഓർ റിയോ സമ്മിറ്റ് 1992 അജണ്ട 21 ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ആക്ഷൻ പ്ലാൻ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഹ്യൂമൻ ഹെൽത്ത് പ്രിസർവ് ചെയ്യുക, അതുപോലെ തന്നെ എൻവയൺമെൻറ്റിന് ഹാംഫുൾ ഇഫക്റ്റിൽ നിന്നും ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് വിയന്ന കൺവെൻഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തത് ക്യോട്ടോ പ്രോട്ടോക്കോൾ ആണ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് 3rd COP ആണ്. ഏതിൻ്റെയാണ്? നമ്മൾ നേരത്തെ ക്യോട്ടോ പ്രോട്ടോക്കോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതിൻ്റെ അമെൻമെൻ്റ് ആണ്? UNFCCCയുടെ അമെൻമെൻ്റ് ആണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന്. അപ്പോൾ ഇത് എവിടെയാണ് നടന്നത്? ജപ്പാനിലാണ്. ഡിസംബർ 11, 1997 ഇത് അഡോപ്റ്റ് ചെയ്തത്. ഇത് നിലവിൽ വരുന്നത് 2005 ഫെബ്രുവരി 16 6 മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷനാണ് ഇതിനകത്ത് വരുന്നത്. സൾഫർ ഡയോക്സൈഡ്, മീതെയിൻ അഥവാ CH4, നൈട്രജൻ ഡയോക്സൈഡ് അഥവാ NO2, ഹൈഡ്രോഫ്ലൂറോ കാർബൺ HFC, ഫ്ലൂറോ കാർബൺ PFC ആൻഡ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് അഥവാ SF6. ഇത്രയും 6 ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷനെ കവർ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇനി it only binds developed countries because it recognizes that they are largely responsible for the current high levels of GHG emissions. ഇത് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെയാണ് ഇത് ബാധകമാവുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ GHG എമിഷൻസ് ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന ഡെവലപ്ഡ് രാജ്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് കവർ ചെയ്യുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണെന്നുള്ളത് ഓർക്കുക. ഇനി എന്താണ് കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത്? ഡെയിലി കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഓഫ് എനി ബിസിനസ് യൂണിറ്റ്. ഒരു ബിസിനസ് യൂണിറ്റ് പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡെയിലി കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനെയാണ് നമ്മൾ കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുക. കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. 1 കാർബൺ ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു 1 ton ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഗ്യാസസ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നതാണ്. അഥവാ കാർബൺ ഡൈ ഓക്സൈഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്യാസ് 1 ടണ്ണ് അളവിൽ എമിറ്റ് ചെയ്യുന്നതിനെയാണ് ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയാം. For example, any business unit avoiding 1 ton of carbon dioxide emission will be issued a certificate of 1 carbon credit. അതായത് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡോ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്യാസസോ എമിറ്റ് ചെയ്യാതിരുന്നാൽ ആ ബിസിനസ് യൂണിറ്റിന് എന്ത് കിട്ടും? ഒരു കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. ദാറ്റ് ക്യാൻ ബി ട്രേഡഡ് ഇൻ നാഷണൽ ഓർ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അപ്പം അവർക്ക് എന്ത് ചെയ്യാം? ഈ കാർബൺ ക്രെഡിറ്റ് സെല്ല് ചെയ്യാം നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക്. അപ്പോൾ അത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഞാൻ കാർബൺ ഉപയോഗം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്, ഞാൻ 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗം കുറച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കാർബൺ ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ എനിക്കത് സെല്ല് ചെയ്യാം, അപ്പോൾ എനിക്കത് ക്യാഷ് കിട്ടും. അപ്പോൾ അങ്ങനെയെങ്കിലും ഞാൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉപയോഗം കുറയ്ക്കും എന്നുള്ളതാണ് ഈ ഒരു കാർബൺ ക്രെഡിറ്റിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. ഇനി ക്യോട്ടോ മെക്കാനിസം, ക്യോട്ടോ പ്രോട്ടോക്കോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒന്ന്, ഇൻ്റർനാഷണൽ എമിഷൻ ട്രേഡ് നോൺ ആസ് കാർബൺ മാർക്കറ്റ്. അതായത് ഈ പറയുന്ന മെത്തേഡിലൂടെ, അതായത് ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? കാർബൺ ക്രെഡിറ്റ് കിട്ടും, എനിക്കത് മാർക്കറ്റിൽ സെല്ല് ചെയ്യാം. അപ്പോൾ ആ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം, അതായത് നമ്മൾ എന്ത് ഡെവലപ്മെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും ക്ലീൻ ഡെവലപ്മെൻറ്റ്, അതായത് അധികം എമിഷൻസ് ഒന്നും ഇല്ലാത്ത ഡെവലപ്മെൻറ്റ് മെക്കാനിസം ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു മെക്കാനിസം എന്ന് പറയുന്നത്. പിന്നെ ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ, ഇത് ഒരാൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു രാജ്യം ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല, ജോയിൻ്റ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതും ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ മെക്കാനിസത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ക്യോട്ടോ മെക്കാനിസം എന്ന് പറയുന്നത്? ഒന്ന്, ഇൻ്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് അഥവാ കാർബൺ മാർക്കറ്റ്. രണ്ടാമത്തത് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. മൂന്നാമത്തത് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഇനി 5ാമത്തെ ആക്റ്റാണ് പാരീസ് അഗ്രിമെൻറ്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതും എഗെയിൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യോട്ടോ പ്രോട്ടോക്കോളും പാരീസ് അഗ്രിമെൻറ്റും എന്തിൻ്റെ അമെൻമെൻ്റ് ആണ്? UNFCCCയുടെ അമെൻമെൻ്റ് ആണ് അഥവാ ഭേദഗതിയാണെന്ന് പറഞ്ഞു. ഓക്കെ. It focuses on climate justice and sustainable lifestyle. It is different from Kyoto Protocol as it follows bottom-up approach, allowing each nation to submit its own national plan to reduce greenhouse gas emission rather than trying to follow a top-down approach. അതായത് മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു അപ്രോച്ച് അല്ല, താഴെ നിന്ന് മുകളിലേക്കുള്ള ഒരു അപ്രോച്ച്. അതായത് ഓരോ നേഷനും അവരുടെ നാഷണൽ പ്ലാനുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇതിനകത്ത് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇവരുടെയും ഗോൾ എന്ത് തന്നെയാണ്? ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് പാരീസ് അഗ്രിമെൻറ്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റേ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെങ്കിൽ ഇവിടെ ഗ്ലോബൽ വാർമിംഗ്, രണ്ടും സിമിലർ തന്നെയാണ്.
അടുത്ത പ്രോട്ടോക്കോളാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്തിനുള്ളതാണ്? ഓസോൺ ലെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളാണ് 1987. ഇനി റിയോ 20 കോൺഫറൻസ്, മറ്റേ റിയോ സമ്മിറ്റ് ആണ്, എർത്ത് സമ്മിറ്റ് റിയോ സമ്മിറ്റ്. ഇത് റിയോ 20 കോൺഫറൻസ് ആണ് 2012 യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ എഗെയിൻ എന്ത് തന്നെയാണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അടുത്തത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് IUCN കാറ്റഗറൈസ് ദ വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണ ഇൻ ടു 8 കാറ്റഗറീസ്. ഇതൊരു ബോഡിയാണ്. ഈ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു ബോഡിയാണ്. ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? കംപ്ലീറ്റ് ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്നത് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും എന്ത് ചെയ്യുക? 8 കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക. അതിൽ റെഡ് ലിസ്റ്റ്, എക്സ്റ്റിങ്ക്റ്റ് ഇൻ വൈൽഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, വൾണറബിൾ, ലോവർ റിസ്ക്, ഡേറ്റ ഡെഫിഷ്യൻറ്റ് ആൻഡ് നോട്ട് ഇവാലുവേറ്റഡ്. ഇങ്ങനെ മൊത്തം ആനിമൽസിനെയും ബേർഡ്സിനെയും ഇങ്ങനെ 8 കാറ്റഗറി ആയിട്ട് തിരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ പ്ലാന്റിനും ആനിമലിനും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയതാണെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക? മൊത്തം പ്ലാന്റ്സിനെയും ആനിമൽസിനെയും എന്ത് ചെയ്യുക? 8 കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ് IUCNൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റോക്ക്ഹോം കൺവെൻഷനാണ്. 2001 അഡോപ്റ്റ് ചെയ്തത്, എൻഫോഴ്സ് ചെയ്ത് 2004. ഡീൽസ് വിത്ത് റെഡ്യൂസിങ് ആൻഡ് എലിമിനേറ്റിംഗ് പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്, POPകൾ. നമ്മൾ POP എന്താണെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. POPയുടെ ഉപയോഗവും പ്രൊഡക്ഷനും കുറയ്ക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡയോക്സിനൊക്കെ ഇവിടെയാണ് വരുന്നത്. അതായത് ഡയോക്സിൻ എന്ന് പറയുന്നത് ഏജന്റ് ഓറഞ്ച് എന്നുള്ള പേരുണ്ട്. ഇറ്റ് വാസ് സ്പ്രേഡ് ബൈ ദ US ഫോഴ്സസ് ഡ്യൂറിങ് വിയറ്റ്നാം വാർ ടു ഡിസ്ട്രോയ് ഫോറസ്റ്റ് കവർ. അതായത് ഫോറസ്റ്റുകളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക വിയറ്റ്നാം വാറിൻ്റെ സമയത്ത് സ്പ്രേ ചെയ്തിരുന്നത് ഈ പറയുന്ന ഡയോക്സിനാണ്. അതിനെ ഏജന്റ് ഓറഞ്ച് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഡയോക്സിനൊക്കെ വരുന്നത് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ്റെ കീഴിലാണ്. അപ്പോൾ ഡയോക്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതൊക്കെ സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റോക്ക്ഹോം എന്ന് കേൾക്കുമ്പോൾ POP എന്ന് ഓർക്കുക. ഓക്കെ, പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻറ്റ്. അടുത്തത് റാംസർ കൺവെൻഷനാണ്. സൈൻഡ് ഇൻ ഇറാനിയൻ സിറ്റി ഓഫ് റാംസർ ഇൻ 1971 ആൻഡ് എൻഫോഴ്സ്ഡ് ഇൻ 1975. ഡീൽസ് വിത്ത് കൺസർവേഷൻ ഓഫ് വെറ്റ് ലാൻഡ്. അതായത് ചതുപ്പ് നിലങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് റാംസർ കൺവെൻഷൻ്റെ ഫംഗ്ഷൻ എന്നും ഓർത്തിരിക്കുക. അടുത്ത കൺവെൻഷനാണ് ബേസിൽ കൺവെൻഷൻ ഓൺ ഹസാർഡസ് വേസ്റ്റ്. അതായത് ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ട് വരുന്നൊരു കൺവെൻഷനാണ് ബേസിൽ കൺവെൻഷൻ. നെക്സ്റ്റ് മിനാമാട്ട കൺവെൻഷൻ. നമ്മൾ മെർക്കുറിയുടെ പോയ്സണിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിനാമാട്ട ഡിസീസ് അല്ലേ. അപ്പോൾ മെഡിക്കൽ എക്യുപ്മെൻറ്റിൽ മെർക്കുറി ഉള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ് മാറ്റിയിട്ട് അതിന് പകരം മറ്റ് സംവിധാനങ്ങളൊക്കെ നോക്കുക എന്നുള്ളതൊക്കെ മിനാമാട്ട കൺവെൻഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. കാരണം അതിനകത്താണല്ലോ മെഡിക്കൽ എക്യുപ്മെൻറ്റിലാണല്ലോ ഏറ്റവും കൂടുതൽ മെർക്കുറിയുടെ ഉപയോഗം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മിനാമാട്ട കൺവെൻഷൻ ഓൺ മെർക്കുറിയുടെ മെയിൻ ഫംഗ്ഷൻ എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഇനി മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആക്സൺ കൺവെൻഷൻസ് തീർന്നു. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്നത് മിസ്റ്റർ കോഫി അണ്ണനാണ് ഈ ഒരു സമ്മിറ്റ്, ഇതും സമ്മിറ്റിൽ വരുന്ന ഏരിയ തന്നെയാണ്. സമ്മിറ്റ് ഇനാഗുറേറ്റ് ചെയ്തത് മിസ്റ്റർ കോഫി അണ്ണനാണ്. 8 ഗോളുകളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് 2015 കൂടിയിട്ട് അച്ചീവ് ചെയ്യണം എന്ന് പറയുന്ന 8 ഗോളുകളാണ്. 191 മെമ്പേഴ്സാണ്, അതായത് UN-ൽ ഉൾപ്പെട്ടിട്ടുള്ള 191 രാജ്യങ്ങൾ 2015 കൂടിയിട്ട് അച്ചീവ് ചെയ്യേണ്ട 8 ഗോളുകളെ പറ്റിയിട്ടാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോള് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ആ 8 ഗോളുകൾ? ഒന്നാമത്തെ ഗോള് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. അതായത് പോവർട്ടിയും ഹങ്കറും ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഗോള്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉച്ചക്കഞ്ഞി വിതരണം, ഫുഡ് സെക്യൂരിറ്റി, ഗ്രീൻ റവല്യൂഷൻ അല്ലേ. നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്താണ്? നമ്മൾ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ BT ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചല്ലേ, ബയോടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് പലതരം നെല്ലിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളൊക്കെ BT ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വിളവ് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോവർട്ടിയൊക്കെ നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അതുപോലെ തന്നെ മിഷൻ അന്ത്യോദയ, പോഷൻ അഭിയാൻ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകളാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഒന്നാമത്തെ ഗോൾ എന്താണ്? പോവർട്ടിയും ഹങ്കറും ഇറാഡിക്കേറ്റ് ചെയ്യുക, മുഴുവനായിട്ട് തുടച്ചു നീക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൽ നിന്ന്
ഹങ്കറും പോവർട്ടിയും കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കുക. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്കീമുകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളിൽ ഉച്ചക്കഞ്ഞി വിതരണമൊക്കെ കുട്ടികൾ എന്താണ് ആ ഹങ്കറും പോവർട്ടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണെന്നുള്ള കാര്യം കൂടെ ഓർക്കുക. രണ്ടാമത്തെ ഗോളാണ് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പോൾ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്, എഡ്യൂക്കേഷൻ ആണല്ലേ. അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഗോള്. അതിൻ്റെ ഭാഗമായിട്ട് SSA സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചസാർ ശിക്ഷാ അഭിയാൻ, അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, DPSP, ഫണ്ടമെൻ്റൽ റൈറ്റ്, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളാണ്. സർവശിക്ഷാ അഭിയാനൊക്കെ കേട്ടിട്ടുണ്ടാവും സ്കൂൾ ലെവൽ അല്ലേ, പ്രൈമറി ലെവൽ ഒക്കെ. സർവശിക്ഷാ അഭിയാൻ്റെ ഒക്കെ പരസ്യങ്ങൾ നമ്മൾ ദൂരദർശനിലൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്നതാണ് അല്ലേ. ഒരു പെൻസിൽ വെച്ചിട്ടൊരു കുട്ടി ഓടിപ്പോകുന്ന ഒരു ആഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റൂസ, അത് എന്താണ് ഹൈസ്കൂൾ തലത്തിൽ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സ്കീമാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വിവിധ സ്കീമുകളാണ്. അപ്പോൾ ഇതൊക്കെ ഗോളാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സർക്കാർ പല സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ 2 ഗോളുകൾ പറഞ്ഞു, 8 ഗോളാണെന്നാണല്ലോ പറഞ്ഞത്. മൂന്നാമത്തെ ഗോൾ എന്താണ്, ജെൻഡർ ഇക്വാലിറ്റി, വിമൻ എംപവർമെൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ, അതുപോലെ തന്നെ ജോബിൽ റിസർവേഷൻ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, അതായത് പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള കാര്യമൊക്കെയാണ്. ജനനി സുരക്ഷാ യോജന, ഈ പറയുന്ന ഗർഭിണികളായ സ്ത്രീകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഹെൽത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള പല സ്കീമുകളൊക്കെ കൊണ്ടുവന്നു. അതാണ് ജനനി സുരക്ഷാ യോജന എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ ഗോള്. നാലാമത്തെ ഗോൾ എന്താണ്, റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്സ്, അതായത് ശിശു മരണനിരക്ക് കുറയ്ക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് വാക്സിനേഷൻ, ജനനി സുരക്ഷാ യോജന, ശിശു സുരക്ഷാ യോജന, ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്. ഇനി 5ാമത്തെ ഗോൾ എന്താണ്, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, അതായത് അമ്മമാരുടെ ഹെൽത്ത് അല്ലേ ന് വേണ്ടിയിട്ടുള്ള ഗോളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല പല സ്കീമുകൾ, ശബള, പ്രിയദർശിനി, രാഷ്ട്രീയ മഹിളാ കോഷ്, ഇതൊക്കെ ഇത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സ്കീമുകളാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി 6ാമത്തെ ഗോൾ എന്താണ്, കോമ്പാറ്റ് HIV, AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസ്, അതായത് കുറേയധികം ഡിസീസുകൾ ഇറാഡിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെയൊക്കെ എന്താണ് മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല സ്കീമുകളും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. 7ാമത്തെ ഗോളാണ് എൻഷുർ എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, അതായത് സസ്റ്റൈനബിൾ എൻവയൺമെൻറ്റ് അല്ലേ, സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിനാണ് നാഷണൽ സോളാർ മിഷന്, NAPCCC, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ 8ാമത്തെ ഗോളാണ് ഡെവലപ്പ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓർ ഡെവലപ്മെൻറ്റ്, അതായത് ഈ പറയുന്ന ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്, എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്നിട്ടൊരു ഗ്ലോബൽ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് 2015 കൂടിയിട്ട് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കേണ്ട ഗോളുകളാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ 2025 നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ഗോളുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, 2015 കൂടിയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പുതിയ സംഭവം സ്ഥാപിച്ചത്. മറ്റേത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളാണെങ്കിൽ ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോള്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2030 കൂടിയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോളാണ്. ഈ സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ഇതിനൊന്ന് കട്ട് ചെയ്തു എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നീതി ആയോഗാണ്. പിന്നെ അതുപോലെ തന്നെ 17 ഗോളുകളും 169 ടാർഗറ്റും 232 ഇൻഡിക്കേറ്റേഴ്സുമാണ്. അപ്പോൾ ഇതിനകത്ത് 17 ഗോളുകൾ മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 17 ഗോളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോ പോവർട്ടി, സീറോ ഹങ്കർ, അത് 2 നേരത്തെ 1 ആയിരുന്നു, അതിനെ കട്ട് ചെയ്ത് 2 ആക്കി. അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൽ 17 ഗോളാണ്, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിൽ 8 ഗോളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 17 ഗോള്, 169 ടാർഗറ്റ്, 232 ഇൻഡിക്കേറ്റേഴ്സ്, ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ ആ ഒരു കണക്ക് വരുന്നത്. 2030 കൂടിയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതാണ് ഇതെല്ലാം എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 17 ഗോളുകൾ, 169 ടാർഗറ്റുകൾ, 232 ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇനി ഇതിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. സോഷ്യൽ ഗോൾ ഉണ്ട്, എൻവയൺമെൻറ്റൽ ഗോൾ ഉണ്ട്, ഇക്കണോമിക് ഗോളും ഉണ്ട് അല്ലേ. ഇതിൽ ചിലത് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചിലത് എൻവയൺമെൻറ്റൽ ആണ്, ചിലത് ഇക്കണോമിക് ആണ്. ഏതൊക്കെയാണ് ആ 17 ഗോളുകൾ? ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ഒത്തിരി കാണാറുണ്ട്. ഓക്കെ, നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി,
clean water and sanitation, affordable and clean energy, decent work and economic growth, industry, innovation and infrastructure, reduced inequality, sustainable cities and communities, responsible consumption and production, climate action, life below water, life on land, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാർട്ട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ്. ഇങ്ങനെയാണ് ആ 17 ഗോളുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 17 ഗോളുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. അത് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. 17 ഗോളുകൾ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യമാണ്. ലൈഫ് ബിലോ വാട്ടർ എന്ന് പറയുന്നത് കടലിലെ പ്ലാന്റുകളെയും ആനിമൽസിനെയൊക്കെ ബന്ധപ്പെട്ടുള്ള, ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറയുന്നത് കരയിലെ ജീവികൾ ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലൈമറ്റ് ആക്ഷൻ, ഇങ്ങനെ ഈ പറയുന്ന 17ഓളം ഗോളുകൾ നമ്മൾ 2030 കൂടിയിട്ട് അച്ചീവ് ചെയ്യണമെന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൽ പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ 2015 കൂടിയിട്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 2030 കൂടിയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ പീപ്പിൾ ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റിൻ്റെ ഫൈനൽ ക്ലാസ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ PYQ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് എപ്പിസോഡ് നമ്മുടെ PYQ ഡിസ്കഷൻ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.